ഫിഫ വേൾഡ് കപ്പ് 2026 ഇംഗ്ലണ്ട് സ്ക്വാഡിനെ പ്രഖ്യാപിച്ചു. ഭയങ്കര സർപ്രൈസിങ് ആയിപ്പോയി. അതിൽ പല പ്രമുഖരായിട്ടുള്ള ആളുകളുടെയും പേര് കണ്ടില്ല. ഉദാഹരണത്തിന് നമ്മുടെ ഹാരി മഗ്വയർ, ലൂക്ക് ഷാ, പിന്നെ ഫിൽ ഫോഡൻ, കോൾ പാമർ. ഭയങ്കര സർപ്രൈസിങ് ആയിപ്പോയി. ഇതിൻ്റെ ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സെലക്ട് ചെയ്ത 26 പേരും എന്ന് പറയുന്നത് കഴിവ് തെളിയിച്ച ആളുകളാണ്. ഇതിൽ ഒഴിവാക്കിയ ഒരാളുണ്ട്, ഗിബ്സ് എന്ന് പറഞ്ഞ ഒരുത്തന്. പുള്ളിക്കാരൻ ഇതിൽ 26 ഗോളം ഞാൻ അടിച്ചിട്ടുണ്ട് ഈ പ്രീമിയർ ലീഗ് സീസണിൽ. അപ്പോൾ എനിക്ക് ഏറ്റവും സർപ്രൈസിങ് ആയിട്ട് തോന്നിയ ഒരാൾ കോൾ പാമറാണ്. കോൾ പാമറിനെ ടീമിൽ ഉൾപ്പെടുത്താത്തത് അത് വേണ്ടിയിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ബാക്കി പിന്നെ കുറേ കാലങ്ങളായിട്ട് ഇവരെല്ലാവരും ടീമിലുണ്ടായിട്ടും ഇംഗ്ലണ്ടിന് ഒരു കപ്പടിക്കാൻ പറ്റുന്നില്ല. അപ്പം പുതിയ ആൾക്കാരെ പരീക്ഷിക്കുന്നത് കൊണ്ട് വലിയ തെറ്റില്ല എന്ന് തോന്നുന്നു. അത് കോച്ചിൻ്റെ ഡിസിഷനാണ്. അപ്പം ഈ ഒരു ടീമിനെ വെച്ചിട്ട് എന്താകുമെന്ന് എനിക്ക് കണ്ടറിയാം. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ടീം വേൾഡ് കപ്പ് ജയിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് ജയിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു 2 ടീമുകൾ, ഒന്ന് ഇംഗ്ലണ്ടും ഒന്ന് പോർച്ചുഗലുമാണ്. അപ്പം അതാണ്.